ഒരു ഐറ്റം ഇറ്റാലിയൻ ഡെസേർട്ട് തിരമിസു ആണ്. അത് അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഇത് എളുപ്പമായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയാലോ. 3 മുട്ടയുടെ മഞ്ഞ, വിപ്പിംഗ് ക്രീം, മാസ്കപ്പോൺ ചീസ്, പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സ്, കോഫി പൗഡർ, വാനില എസൻസ്, കൊക്കോ പൗഡർ, ആവശ്യത്തിന് പഞ്ചസാര. നമ്മൾ ആദ്യം കോഫി ഉണ്ടാക്കുന്നത് എന്തിനാ വെച്ചാൽ നേരത്തെ കാണിച്ച ബിസ്ക്കറ്റ്സ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ലെയർ ചെയ്യാനായിട്ട്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കോഫി പൗഡർ ചൂസ് ചെയ്യുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ആ 3 മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് അതിൽ ഏകദേശം 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് അവസാനം ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കണം. അതിൻ്റെ ഏകദേശം ഒരു കൺസിസ്റ്റൻസി വരുന്ന വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫൈനലി അത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് മാറ്റി വെക്കുക. ഇനി 1 കപ്പ് നേരത്തെ വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമ്മൾ നല്ലോണം വിപ്പ് ചെയ്യുക. എനിക്ക് ഈ പ്രക്രിയ വളരെ ഇഷ്ടമാണ്. ഈ മാസ്കപ്പോൺ ചീസ് എടുക്കുക, നേരത്തെ വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക, അത് മിക്സ് ചെയ്തെടുക്കുക. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ വാനില എസൻസ് കുറച്ച് ടേസ്റ്റിന് 2-3 സ്പൂൺ ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ വിപ്പിംഗ് ക്രീമും ഈ ഒരു മിക്സും കൂടെ നമ്മൾ ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര കുറച്ചുകൂടെ എടുക്കുക, അത് പിന്നെയും വിപ്പ് ചെയ്യുക. ഇത് ലെയറിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ തിരമിച്ചു റെഡിയായി. ജസ്റ്റ് ലെയർ ചെയ്താൽ മാത്രം മതി. ഈ കാണുന്ന ബിസ്ക്കറ്റ്സ് ഞാൻ ഇറ്റലിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ലേഡി ഫിംഗർ എന്നാണ് ഇതിനെ പറയാ. നമുക്ക് ഏത് ബിസ്ക്കറ്റ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അധികം കട്ടിയില്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് യൂസ് ചെയ്യുക. റസ്ക് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, കാരണം അതിനധികം കട്ടിയില്ല. അത് വേഗം ഈ കോഫി അബ്സോർബ് ചെയ്തെടുക്കും. അത് നമ്മളൊരു ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും മുകളിൽ നമ്മൾ കൊക്കോ പൗഡർ നമ്മൾ ജസ്റ്റ് അരിച്ച് മുകളിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ കവർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. സംഭവം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് രാത്രി ഓവർനൈറ്റ് വെക്കാൻ പോവാണ്. ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുക്കുകയാണ്. എൻ്റെ അനിയത്തിയാണ് ഇത് ഉണ്ടാക്കിയത്. സ്കൂളിൽ പോകണതിൻ്റെ തിരക്കിലാണ് ഗൈസ് ഇത് മുറിച്ച് കാണിച്ചിട്ടുള്ളതൊക്കെ. അവളെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് കമൻറ്റ്സ് പറയാം. ബൈ.